ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം US മാർക്കറ്റിലേക്ക്. ഇന്നലെ ക്ലോസ് ചെയ്ത 3 ഇൻഡെക്സുകളും നെഗറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്ത്. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിലാണ്. ഇന്നലെ ഓയിൽ പ്രൈസുകൾ ഉയരുകയുണ്ടായി. ബിറ്റ്കോയിൻ വീണ്ടും 70,000 എന്ന മാർക്ക് ഒരിക്കൽ കൂടി ടച്ച് ചെയ്തു. ഇന്ന് 5% ഉയർന്നത്. ഇനി നിഫ്റ്റിയിലേക്ക് വന്നാൽ ഇന്ന് 30 മുതൽ 40 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും വരാം. ആദ്യം മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിലേക്ക്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. ആദ്യം 2025 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വളർച്ച 6.5 മുതൽ 7% വരെ ആയിരിക്കുമെന്ന് ഫിനാൻസ് മിനിസ്ട്രി ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും സർക്കാരും ഉൾപ്പെടെ വിവിധ ഏജൻസികൾ 2025 സാമ്പത്തിക വർഷത്തിൽ 7%-ലധികം വളർച്ചാ നിരക്ക് പ്രവചിക്കുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തെ വളർച്ചാ നിരക്ക് 7.6% കണക്കാക്കുന്നു. ആഗോള നിക്ഷേപകരുടെ ആത്മവിശ്വാസം മെച്ചപ്പെടുത്തുന്നത് വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപം വർദ്ധിക്കുന്നതിനുള്ള ഒരു കാരണമാണ്. കൂടാതെ 2025 ജനുവരി മുതൽ ബ്ലൂംബർഗിന്റെ ബോണ്ട് സൂചികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തുന്നത് നിക്ഷേപം വർദ്ധിക്കാനുള്ള മറ്റൊരു കാരണമായും ഈ റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും ഈ ഒരു റിപ്പോർട്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണാം. മറ്റൊരു വാർത്തയിലേക്ക്. പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉള്ളി കയറ്റുമതിക്കുള്ള നിരോധനം ഇന്ത്യ അനിശ്ചിതകാലത്തേക്ക് നീട്ടി. ഉള്ളിയുടെ പ്രധാന കയറ്റുമതിക്കാരായ ഇന്ത്യ ഉള്ളി കയറ്റുമതിക്കുള്ള നിരോധനം അനിശ്ചിതകാലത്തേക്ക് നീട്ടി. മാർച്ച് 31-ന് നിരോധനം അവസാനിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഈ തീരുമാനം. പ്രാദേശിക ഉള്ളി വിലയിൽ ഗണ്യമായ കുറവുണ്ടായിട്ടും ഈ സീസണിലെ വിളകളിൽ നിന്നുള്ള ലഭ്യത വർദ്ധിച്ചിട്ടും നിരോധനം അനിശ്ചിതകാലത്തേക്ക് സർക്കാർ നീട്ടുകയാണ് ചെയ്തത്. ഏതായാലും ഈ ഒരു വാർത്ത ഉള്ളിയുടെ ലഭ്യത ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല പ്രൈസ് സ്റ്റേബിളായി നിലനിൽക്കാനുള്ള ഒരു സാധ്യതയും ഇൻഫ്ലേഷൻ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും കഴിയും എന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. വളരെ ചെറിയ ഒരാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത്. വെറും 3 വർക്കിംഗ് ഡേയ്സ് മാത്രമാണ് ഈ ആഴ്ച മാർക്കറ്റിനെ സംബന്ധിച്ച് മുന്നിലുള്ളത്. ഇന്നലെ തിങ്കളാഴ്ച മാർച്ച് 25-ന് ബാങ്ക് ഓഫ് ജപ്പാൻ പോളിസി മീറ്റിംഗ് മിനിറ്റ്സ് പുറത്തു വന്നു. ചൊവ്വാഴ്ച മാർച്ച് 26-ന് US FHFA ഹൗസ് പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ പുറത്തു വരും. അന്നേ ദിവസം തന്നെ US ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് ഡാറ്റയും പുറത്തു വരുന്നുണ്ട്. ബുധനാഴ്ച മാർച്ച് 27-ന് യൂറോ ഏരിയ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ. വ്യാഴാഴ്ച UK GDP ഗ്രോത്ത് റേറ്റ്, US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് എന്നിവ വ്യാഴാഴ്ച മാർച്ച് 28-നാണ്. മാർച്ച് 29-ന് ഇന്ത്യ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൻ്റെ ഡാറ്റ പുറത്തു വരും. അടുത്തത് നിഫ്റ്റിയിലേക്കും ബാങ്ക് നിഫ്റ്റിയിലേക്കും. നിഫ്റ്റി 22,096-ൽ 84 പോയിന്റ്സ് ഉയർന്നാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. IT ഒഴിച്ച് എല്ലാ സെക്ടറുകളും ഗ്രീനിലായിരുന്നു ക്ലോസ് ചെയ്ത്. US ടെക് മേജർ ആക്സഞ്ചർ 2024-ലെ റവന്യൂ ഫോർകാസ്റ്റ് കുറച്ചതോടെ IT സ്റ്റോക്കുകളെല്ലാം ഇടിയുകയുണ്ടായി. നിഫ്റ്റിയിലേക്ക് വന്നാൽ 20-ഡേ EMIക്ക് മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്തത്. 21,900 മുതൽ 21,880 വരെയുള്ള ലെവലുകളിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാം. വെള്ളിയാഴ്ച ഈ ലെവലിൽ നിന്നാണ് നിഫ്റ്റി തിരിച്ചു കയറിയത്. ഡെയിലി ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ വ്യത്യസ്ത സിഗ്നലുകൾ കാണിക്കുന്നത് ഒരു കൺസോൾട്ടേഷന്റെ സൂചനയാവാം. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ 22,100 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി കൂടുതൽ ബുള്ളിഷായി എന്ന് വിലയിരുത്താം. ഓൾ ടൈം ഹൈ ഉള്ള ലെവൽ 22,525 ആണ് എന്നുകൂടി ഓർക്കുക. അടുത്തത് വെള്ളിയാഴ്ചത്തെ ഡേ ക്യാൻഡിൽ നോക്കാം. അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. വീക്ക്ലി ചാർട്ടിലേക്ക് വന്നാൽ വലിയ ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അതായത് ലോവർ ലെവലിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണിക്കുന്നു ഈ ക്യാൻഡിൽ. അടുത്തത് നിഫ്റ്റിയുടെ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം 23,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,200 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,100 സ്ട്രൈക്കിലും അതിനുശേഷം 21,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,200-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,000-ഉമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 22,050 ATM സ്ട്രൈക്കിൽ 336% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 204% വർധനവാണ് ഉള്ളത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. അടുത്തത് 22,000 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 49% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പ് ആ സ്ട്രൈക്കിൽ കാണാം. 3% മാത്രം വർധനവാണ് കോൾ സൈഡിലുള്ളത്. ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. 22,100 സ്ട്രൈക്കിൽ 137% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പ് ആ സ്ട്രൈക്കിൽ കാണാം. 36% വർധനവ്
ചെറിയ ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 46,863 178 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച ബാങ്ക് നിഫ്റ്റി പ്രധാനപ്പെട്ട മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്തത്. അതൊരു പോസിറ്റിവിറ്റിയാണ്. മറ്റൊരു കാര്യമുള്ളത് 47,000 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ 47,000 പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസിനുള്ള സാധ്യത തന്നെയാണ് കാണിക്കുന്നത്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 46,600 മുതൽ 46,500 വരെയുള്ള ലെവലാണ്. ഡെയിലി ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ബാങ്ക് നിഫ്റ്റി 0.6% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. വീക്ക്ലി സ്കെയിലിൽ ലോവർ ഹൈ ലോവർ ലോ ഫോർമേഷനാണ് ഫോം ആയിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം കോൾ സൈഡിൽ 47,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 48,000 അതിനുശേഷം 48,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 46,500 സ്ട്രൈക്കിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 45,000 സ്ട്രൈക്കിലും അതിനുശേഷം 46,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 47,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 46,500. ഇന്ത്യ വിക്സിലേക്ക് 12.22 എന്ന നിലയിൽ 2.33% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. ആദ്യം റിലയൻസ് ഇൻഡസ്ട്രീസ്. മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് MSEB സോളാർ അഗ്രോ പവറിൽ നിന്ന് MSKV 19 സോളാർ SPV, MSKV 22 സോളാർ SPV എന്നിവ ഏറ്റെടുക്കുന്നതിന് കമ്പനി ബോർഡ് അംഗീകാരം നൽകി എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. മറ്റൊരു വാർത്ത ICICI സെക്യൂരിറ്റീസിനെ സംബന്ധിച്ചാണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ SEBI 2023 ഡിസംബറിൽ നടന്ന കമ്പനിയുടെ മെർച്ചന്റ് ബാങ്കിംഗ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങളും രേഖകളും പരിശോധിച്ചതിന് ശേഷം ICICI സെക്യൂരിറ്റീസിന് ഒരു മുന്നറിയിപ്പ് നൽകി എന്നൊരു നെഗറ്റീവായിട്ടുള്ള വാർത്ത. അടുത്തത് ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ് ആണ്. IT സർവീസ് മാനേജ്മെന്റ് കമ്പനി അതിന്റെ ഒപ്റ്റിക്കൽ ഫൈബർ ആസ്തികൾ കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ഇൻഡസൻ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻസിന് 208.04 കോടി രൂപയ്ക്ക് വിൽക്കാൻ കരാറിൽ ഏർപ്പെട്ടു എന്നൊരു വാർത്ത. അടുത്തത് യൂനോ മിൻഡ. ഇന്ത്യയിൽ ഇലക്ട്രിക് വെഹിക്കിൾ സപ്ലൈ എക്യുപ്മെന്റ് ഉൽപ്പാദിപ്പിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും സ്റ്റാർ ചാർജ് എനർജിയുമായി യൂനോ മിൻഡ പുതിയ കരാറിൽ ഏർപ്പെട്ടു. EV ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിലെ ആഗോള സാന്നിധ്യത്തിന് പേരുകേട്ട സ്റ്റാർ ചാർജ് 67 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. അടുത്തത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. മാനുഫാക്ചർ റെക്കമെൻഡഡ് ലിസ്റ്റ് ഓഫ് സ്പെയേഴ്സ്, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്, ഗ്രൗണ്ട് സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ്, ട്രെയിനിങ്, ഹാൻഡ് ഹോൾഡിംഗ് എന്നിവയുൾപ്പെടെ 2 ഹിന്ദുസ്ഥാൻ 228 യാത്രാ വിമാനങ്ങൾ 194 കോടി രൂപയ്ക്ക് നൽകാൻ ഗയാന ഡിഫൻസ് ഫോഴ്സുമായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് കരാറിലേർപ്പെട്ടു. അടുത്തത് മാരുതി സുസുക്കിയാണ്. ഫ്യൂവൽ പമ്പ് മോട്ടോഴ്സിന്റെ ഒരു ഭാഗത്തെ തകരാറ് കാരണം ബലെനോയുടെ 10,851 വാഹനങ്ങളും വാഗ്നറിന്റെ 4,190 യൂണിറ്റുകളും കമ്പനി തിരിച്ചു വിളിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബയോകോൺ, സെയിൽ, ടാറ്റ കെമിക്കൽസ്, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. മറ്റൊരു കാര്യമുള്ളത് രാവിലെ 10 മണി മുതൽ 3:30 വരെയാണ് നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇനി ആർക്കെങ്കിലും ഈ സമയത്ത് ലൈവ് കാണാൻ സാധിക്കുന്നില്ല എങ്കിലും അതുപോലെ രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മുടെ എഡ്യൂക്കേഷൻ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം മുത്തൂറ്റ് ഫിനാൻസ്. മാർച്ച് 21 നമ്മൾ 1375 എന്ന നിലയിൽ എൻട്രി എടുത്ത് 1434 വരെ സ്റ്റോക്ക് അപ്പായി 4% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് കുമ്മിൻസ് ഇന്ത്യയാണ്. മാർച്ച് 11 2873 എന്ന നിലയിൽ എൻട്രി എടുത്തു 2915 വരെ സ്റ്റോക്ക് അപ്പായി 1.5% നമുക്ക് ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് ബജാജ് ഫിനാൻസ് ആണ്. മാർച്ച് 19 സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത് 6627 എന്ന നിലയിൽ എൻട്രി എടുത്തു 6754 വരെ സ്റ്റോക്ക് അപ്പായി നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. ഏകദേശം 2% നമുക്ക് പ്രോഫിറ്റും ലഭിച്ചു. അടുത്തത് L&T ആണ്. മാർച്ച് 21 സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത് 3560 നിന്നും 3609 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ഫസ്റ്റ് ടാർഗറ്റായ 3600 നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. 1.3% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് ടിംകൻ ഇന്ത്യ ലിമിറ്റഡ്. മാർച്ച് 18 2795 എന്ന നിലയിൽ എൻട്രി എടുത്തു 2880 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ഈ സ്റ്റോക്കിൽ നമ്മുടെ 3 ടാർഗറ്റുകളും ഹിറ്റ് ചെയ്യാനും സാധിച്ചു. 3% നമുക്ക് പ്രോഫിറ്റും ലഭിച്ചു. അടുത്തത് കാനറ ബാങ്ക് ആണ്. എൻട്രി എടുക്കുന്നത് മാർച്ച് 18 554 എന്ന നിലയിലാണ്. 574.90 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ഫസ്റ്റ് ടാർഗറ്റ് ഓൾമോസ്റ്റ് നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. ഏകദേശം 3.40% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്.
വെള്ളിയാഴ്ച നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടു താഴെ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും FIS സെല്ലിങ്ങിൽ തന്നെയാണ്. FIS വെള്ളിയാഴ്ച സെല്ല് ചെയ്ത് 3309 കോടി രൂപയ്ക്കാണ് ക്യാഷ് മാർക്കറ്റിൽ. DIs ആവട്ടെ 3764 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. US മാർക്കറ്റിലേക്ക് ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ ഇടിവിലായിരുന്നു. ഡൗ ജോൺസ് 0.41% ഇടിഞ്ഞത്. നാസ്ഡാക്ക് 0.27% ഇടിഞ്ഞു. S&P 500 0.31% ഇടിഞ്ഞുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. 2024 3 റേറ്റ് കട്ടുകൾ ഉണ്ടായിരിക്കും എന്ന് ഫെഡറൽ മീറ്റിംഗിന്റെ പ്രസ്താവനയോടുകൂടി 3 മാർക്കറ്റുകളും കഴിഞ്ഞ ആഴ്ച നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. തിങ്കളാഴ്ച ചിക്കാഗോ ഫെഡ് പ്രസിഡന്റ് ഓസ്റ്റിൻ ഗൂസ്മി ഈ വർഷം 3 നിരക്ക് കുറയ്ക്കലുകൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതേസമയം പലിശ നിരക്ക് എപ്പോൾ കുറയ്ക്കുമെന്ന് സെൻട്രൽ ബാങ്ക് ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇനി ഇന്നലെ പുറത്തു വന്ന ഒരു ഡാറ്റ നോക്കാം. ഫെബ്രുവരിയിൽ മോർഗേജ് നിരക്കുകൾ വർദ്ധിച്ചതിനെ തുടർന്ന് യുഎസിലെ പുതിയ സിംഗിൾ ഫാമിലി ഹോംസ് വിൽപ്പന അപ്രതീക്ഷിതമായി കുറഞ്ഞതായി സാമ്പത്തിക ഡാറ്റ കാണിക്കുന്നു. ഇന്നലെ അവിടെ സ്റ്റോക്കുകളിലേക്ക് വന്നാൽ എൻവിദിയ 0.76% ഉയർന്നത്. ഫിലാഡൽഫിയ സെമി കണ്ടക്ടർ ഇൻഡെക്സ് 0.34% ഇടിഞ്ഞു. ഇന്റൽ 1.74% ഇടിഞ്ഞപ്പോൾ AMD 0.57% ഇടിഞ്ഞത്. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഡാറ്റകൾ ഫെബ്രുവരിയിലെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ PCE പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വെള്ളിയാഴ്ച പുറത്തു വരാനുണ്ട്. കൂടാതെ ഈ വെള്ളിയാഴ്ച US ഇന്ത്യൻ മാർക്കറ്റുകൾ ഗുഡ് ഫ്രൈഡേയോടനുബന്ധിച്ച് അവധിയായിരിക്കും. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ ADR സ്റ്റോക്കുകളുടെ ഒരു പെർഫോമൻസ് നോക്കാം. ഇൻഫോസിസ് 0.51% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 0.35% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.50% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.24% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. മേക്ക് മൈ ട്രിപ്പ് 1% മുകളിൽ ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി 0.10% ഇടിഞ്ഞുമാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.11% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. S&P 500 0.17% ഉയർന്നും നാസ്ഡാക്ക് 0.22% ഉയർന്നും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ക്ലോസ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകളിൽ UK മാർക്കറ്റ് FTSE 0.17% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത്. ഫ്രാൻസ് മാർക്കറ്റ് CAC ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.30% ഉയർന്നും ക്ലോസ് ചെയ്തു. യൂറോപ്പിൽ നിന്നും പ്രധാനപ്പെട്ട സെൻട്രൽ ബാങ്ക് പോളിസി ഡിസിഷനുകൾ പുറത്തു വരുന്നുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്കുകളാണ് നേട്ടമുണ്ടാക്കിയത്. 0.9% ഓയിൽ ആൻഡ് സ്റ്റോക്കുകൾ നേട്ടമുണ്ടാക്കി. മീഡിയ സ്റ്റോക്കുകൾ 0.7% നഷ്ടത്തിലും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.15% നേട്ടത്തിലും CAC 0.14% ഉയർന്നും FTSE 0.12% ഉയർന്നും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ഏഷ്യയിൽ നിന്നും പ്രധാനപ്പെട്ട എക്കണോമിക് ഡാറ്റകൾ പുറത്തു വരുന്നത്. സിംഗപ്പൂരിൽ നിന്നും മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് ഡാറ്റ വരുന്നുണ്ട്. തായ്ലാൻഡ് ട്രേഡ് ബാലൻസ് ഡാറ്റ വരുന്നുണ്ട്. ജപ്പാനിൽ നിന്നും സർവീസ് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഫെബ്രുവരിയിൽ 2.1% ഡാറ്റ പുറത്തു വന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,128 എന്ന നിലയിലാണ്. 58 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 30 മുതൽ 40 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗണിലായിരിക്കും ഓപ്പൺ ചെയ്യാനുള്ള ഒരു സാധ്യതയായിട്ട് ഇപ്പോൾ കാണുന്നത്. അടുത്തത് നിക്കി മാർക്കറ്റ് 43 പോയിന്റ്സ് ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. തായ്വാൻ മാർക്കറ്റ് 0.70% ഉയർന്നും. കോസ്പി മാർക്കറ്റ് 1.46% ഉയർന്നും. സിംഗപ്പൂർ മാർക്കറ്റ് 0.24% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ ഉക്രൈനിൽ ഡ്രോൺ ആക്രമണങ്ങൾ റഷ്യൻ ശുദ്ധീകരണ ശേഷിയെ തടസ്സപ്പെടുത്തുകയും OPEC ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് മോസ്കോ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാൻ ഉത്തരവിടുകയും ചെയ്തതിനാൽ ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് തിങ്കളാഴ്ച ഉയർന്നു. ബ്രന്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $86.34 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.35% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $82.22 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.33% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് ഈ പറഞ്ഞതൊന്നും ഒരിക്കലും ഒരു റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നാളെ വീണ്ടും കാണാം. ഏവർക്കും നന്ദി.